നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോഗ്രാമിംഗ് എന്നല്ല, നിങ്ങൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അത് പഠിക്കാനുള്ള ഒരു മിനിമം യോഗ്യത ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് എന്ന ലാംഗ്വേജിൽ മിക്കവാറും പേർക്ക് പഠിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ആ സ്റ്റേജിലേക്കുള്ളൊരു യോഗ്യത ഉണ്ടോ എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ മിക്കവാറും നമുക്കൊരു 4 ക്ലാസ്സുകളായി തരംതിരിക്കാം. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, എ ആണോ ബി ആണോ സി ആണോ, സ്വയം തീരുമാനിക്കുക. അത് തീരുമാനിച്ചതിന് ശേഷം സപ്പോസ് അതില്ലെങ്കിൽ അതിലെത്താൻ വേണ്ടി എന്ത് പഠിക്കണം എന്ന് നോക്കി അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ഇതിനകത്ത് ക്ലാസ് എ ലെവലിലെത്തിയാൽ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സുഖമായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാൻ കഴിയും. ഇങ്ങനെയാണ് പഠിക്കേണ്ട രീതി. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കോഡിംഗ് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ പറ്റൂ. അതല്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പോലും വളരെ കുറഞ്ഞ സമയം മൊത്തത്തിലുള്ളൂ, അതുപോലും കാണാൻ സമയമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മുഴുവൻ കണ്ടതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്, പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു വഴിയുണ്ട്. നിങ്ങൾ നേരിട്ട് പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി നിങ്ങളുടെ പേര്, മെയിൽ വിലാസം ഒക്കെ അയക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാന ഭാഗത്തായി കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചതിന് ശേഷം അയച്ചു തന്നാൽ നിങ്ങളെ തിരികെ വിളിക്കുന്നതായിരിക്കും. ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നതല്ല, ഓൺലി വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആ വാട്സാപ്പ് വഴി അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് അയക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് തക്കതായ മറുപടി കിട്ടും. ഇതിൽ ക്ലാസ് എ എന്ന് പറയുന്ന വിഭാഗം കുറച്ച് ഇലക്ട്രോണിക്സ് അറിയാം, അത്യാവശ്യം പവർ സപ്ലൈ. ഇലക്ട്രോണിക്സ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പവർ സപ്ലൈ, AC DC, വോൾട്ടേജ്, ആംബിയർ, അത്യാവശ്യം ഒരു ട്രാൻസിസ്റ്ററോ റിലേയോ വെച്ചൊരു സർക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്. ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ കോഡിങ് എഴുതുന്നത്. അപ്പം മിനിമം അതിൻ്റെ ഒരു സർക്യൂട്ടിനെ കുറിച്ചൊരു ധാരണ വേണം. അതാണ് ഇലക്ട്രോണിക്സ് ഉദ്ദേശിച്ചത്. അപ്പം ഇലക്ട്രോണിക്സ് അത്യാവശ്യം അറിയാവുന്നവർ, ജസ്റ്റ് കോഡിങ് അറിയാവുന്നവർ. കോഡിങ് മീൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മതി. ജാവ ആവാം, അല്ലെങ്കിൽ C ആവാം, CPP ആവാം, എനി ലാംഗ്വേജ്. നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടർ പരിചയം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒന്നാമത്തെ സ്റ്റേജ് ക്ലാസ് എ ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ കോപ്പി ചെയ്യാനും അതുപയോഗിച്ചിട്ടും ചെറിയ പ്രോഡക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ലെവലിനാണ് നമ്മൾ ക്ലാസ് എ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് ക്ലാസ് ബി. ഇവരെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് കുറച്ചറിയാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ കോഡിംഗ് ഒന്നും അറിയില്ല, യാതൊന്നും അറിയില്ല. എന്താണ് കോഡിംഗ്, പ്രോഗ്രാമർ എങ്ങനെ യൂസ് ചെയ്യും, ഇതൊന്നും അറിയില്ല. അത് ക്ലാസ് ബി എന്ന് കണക്കാക്കാം. ക്ലാസ് സി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നു. ഇലക്ട്രോണിക്സ് അറിയില്ല, ഒന്നും അറിയില്ല, ബേസിക് ഒന്നും അറിയില്ല, കോഡിംഗ് അറിയാം. കോഡിംഗ് മീൻസ് അവർക്ക് അറിയാവുന്ന കോഡിംഗ് മോണിറ്റർ ബേസ്ഡ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാനും, അത് വെബ് ഡിസൈനിങ് എന്ന് പറയാം. അതുകൂടാതെ കമ്പ്യൂട്ടറിൽ കുറേ ടാലി ഇതുപോലുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ മോണിറ്റർസ് ബേസ്ഡ് ചെയ്യുവാനും അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും കീബോർഡായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോണിറ്റർ ആയിരിക്കും. ഇതുപയോഗിച്ചുള്ള ഒരു സംഭവം മാത്രം അറിയാവുന്നവരാണ് സി വിഭാഗത്തിൽപ്പെടുന്നത്. പിന്നെ നാലാമത്തെ കൂട്ടർ ഡി. അവർക്ക് ഇലക്ട്രോണിക്സ് ഒട്ടും അറിയില്ല, അതുപോലെ തന്നെ കോഡിങ്ങും ഒന്നും അറിയില്ല, യാതൊന്നും അറിയാത്തവർ ബിഗിനേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ബി, സി, ഡി ഈ വിഭാഗക്കാരൊക്കെ എ ലെവലിലേക്ക് എത്തണം. മീൻസ് നിങ്ങൾ വളരെ കുറച്ചെങ്കിലും ബേസിക് ഇലക്ട്രോണിക്സ്, ഞാൻ പറഞ്ഞ പോലെ പവർ സപ്ലൈ ഇതൊക്കെ നോക്കാൻ പഠിക്കുന്നു. അതുകൂടാതെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ലാംഗ്വേജ് എംബഡഡ് സി എന്ന് പറയും. എംബഡഡ് സി നിങ്ങൾ സി മൊത്തമായിട്ട് പഠിക്കുകയൊന്നും വേണ്ട, അതൊക്കെ വളരെയധികം ഒരുപാട് മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരും. നമുക്ക് ഈ കോഡിങ് എഴുതാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് വേണ്ടത് മാത്രം ഞാൻ സിമ്പിൾ ഒരു 10 25 ഷീറ്റ്സിലായിട്ട് നിങ്ങൾക്ക് എഴുതി തരും. അത് ബൈ ഹാർട്ട് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതാണ്ട് ആ ഒരു എംബഡഡ് സി പഠിച്ചിരിക്കും. ഇതൊക്കെ 100% ഉറപ്പുള്ള കാര്യങ്ങളാണ്, ഇതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏത് ലെവലിലാണ്, ഏത് തലത്തിലാണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ക്ലാസ് തരാൻ പറ്റൂ. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് ഈ ഒരു ഫീൽഡിൽ കൊടുക്കാൻ കഴിയില്ല.
കാര്യം വരുന്നവരൊക്കെ വ്യത്യസ്ത തലത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ എല്ലാവർക്കും ഒരു സെയിം ക്ലാസ് ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലാണ് അങ്ങനെയാണ്. പല കാറ്റഗറി ഓഫ് പീപ്പിൾസ് വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള മോഡ്യൂൾസ് ആയിരിക്കും വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഈ പ്രോഗ്രാമിംഗ് കോഴ്സ് കുറച്ചുകൂടി ഡിലേ വരാനും കാരണം. പിന്നീടാണ് ഒരു ഡിസിഷൻ എടുത്ത് കുറച്ച് പേർക്ക് നേരിട്ട് ക്ലാസ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി കണ്ടെത്തി അത് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ കാരണം അതാണ്. അടുത്തത്, നിങ്ങൾ ഈ കോഡിംഗ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? മീൻസ് ചിലർ പഠിക്കുന്നത് ചെറിയ പ്രോജക്റ്റുകൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അവനൊരു സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യത്തിനോ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ തലത്തിൽ പഠിക്കണം. അതല്ല കുറച്ച് ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് വലിയ കമ്പനികളൊക്കെ ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ യന്ത്രങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ആ ലെവലിലേക്ക് ഹൈ ലെവലിലേക്ക് പോകണമെങ്കിൽ അതായിരിക്കണം നിങ്ങൾ എയിം. അപ്പോൾ നിങ്ങൾ ആ എയിമും കൂടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ. പിന്നെ മിക്കവാറും ബേസിക് ആദ്യം വരുന്ന കുറേ സംശയങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് പഠിക്കണം, മൈക്രോ കൺട്രോളർ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. അതിന് നിങ്ങൾ ഞാൻ അതിനകത്ത് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. കൃത്യമായി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ആ സംശയം മാറ്റി പിന്നീട് ഇങ്ങോട്ട് വന്ന് കണ്ടാൽ മതി. അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ എന്താണ് കൺട്രോളർ, എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് എന്ന് വെച്ചാൽ ആ ലെവലിൽ അത്ര പോലും അറിയാത്തവർക്ക് വേണ്ടിയാണ് അതുള്ളത്. അവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരും. പിന്നെ ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് ഒരു സംഗതിയും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. മീൻസ് സ്പൂൺ കൊണ്ട് കോരിക്കൊടുക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പഠിക്കാൻ കഴിയൂ. പക്ഷേ പഠിക്കേണ്ട വഴികൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. ആ വഴികൾ നമ്മൾ 10-40 വർഷം കൊണ്ട് നേടിയെടുത്ത അറിവും അതിൻ്റെ എല്ലാം കൂടി ഒരു ചുരുക്കിയ രൂപത്തിലാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് അതിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നത്. ഈ വഴികൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ മീഡിയത്തിൽ നിന്നും നെറ്റാവട്ടെ, ഒരാളോട് സംസാരിച്ചിട്ടാവട്ടെ, ഇത് മുഴുവൻ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആ ക്രിയേഷനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചു എന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും സംശയങ്ങൾ വരിക, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരാളെ സമീപിക്കുക, ആ ഒരു സ്റ്റേജ് മാറിയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അത് ദൂരീകരിക്കാൻ കഴിയും, സ്വയം സാധിക്കും എന്നുള്ള സ്റ്റേജിൽ നിങ്ങൾ എപ്പോഴെത്തുന്നോ അന്നാണ് യു വിൽ ബിക്കം എ ഗുഡ് പ്രോഗ്രാമർ. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അതിനുവേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. വിഷ് യു ബെസ്റ്റ് ഓഫ് ലൈഫ്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ കാണുന്നതുവരെ ഗുഡ് ബൈ. പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ട മിനിമം യോഗ്യതകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് കമ്പ്യൂട്ടർ പരിജ്ഞാനം. മീൻസ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ CCS, കമ്പൈലർ, പ്രോട്യൂസ്, സിമുലേറ്റർ, MP ലാബ്, പ്രോഗ്രാമർ കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കുന്നു, അതിലേക്ക് IC വെച്ച് പ്രോഗ്രാം ചെയ്യുന്നു. ഇത്തരം ഒരു മിനിമം കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഇലക്ട്രോണിക്സ് മീൻസ് ബേസിക് ഇലക്ട്രോണിക്സ്. AC കറണ്ട് എന്താണ്, DC, വോൾട്ട്, ആംബിയർ, റിലേ, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു സർക്യൂട്ട് സോൾഡർ ചെയ്യാനുള്ളൊരു കഴിവ്. പിന്നെ കൂടാതെ മൾട്ടിമീറ്റർ ഉപയോഗിക്കാനുള്ള കഴിവ്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഹാർഡ്വെയർ ചെയ്തിട്ട് അതിനു വേണ്ടി കോഡിങ് ചെയ്യാൻ കഴിയും. അടുത്തത് മൂന്നാമത്തെ നോക്കാം. കുറച്ച് എംബെഡഡ് സി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മതി. നിങ്ങൾ C ആവാം, അല്ലെങ്കിൽ ജാവ ആവാം, അതുപോലെ എന്തെങ്കിലും കമ്പ്യൂട്ടറിലൊരു ലാംഗ്വേജ് എന്താണെന്ന് അറിയാൻ മാത്രം. കാര്യം എംബെഡഡ് C നമ്മളിവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേത് അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ മാത്രം. നാലാമത്തത് ലോജിക്കലായി ചിന്തിക്കാനുള്ള കഴിവ്. ലോജിക്കൽ മീൻസ് നിങ്ങളിപ്പോൾ കോഡിംഗ് പഠിച്ചതിന് ശേഷം ഒരു വ്യക്തി വന്ന് നിങ്ങളോട് പറയുന്നു എന്തെങ്കിലും ഒരു സാധനം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് മൈക്രോ കൺട്രോളർ വേണം, എങ്ങനെ വേണം, അതിൻ്റെ സർക്യൂട്ട് ഡിസൈനിങ്, അതല്ലെങ്കിൽ അവൈലബിളായ സർക്യൂട്ട് വാങ്ങിക്കൊണ്ട് ചെയ്ത് കൊടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അവൈലബിളായ കോഡ് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് അത് വെച്ച് പ്രോഗ്രാം ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയെല്ലാം ഒരു ലോജിക്കലായിട്ട് അത് സ്വയം നേടേണ്ടതാണ്. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്വയം ആ ഒരു കഴിവ് ഉണ്ടോ എന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരക്കാരെ പൊതുവെ നമുക്ക് 4ആയി തരംതിരിക്കാം. അതിൽ ക്ലാസ് A എന്ന് പറഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണിക്സ് അറിയാം, അല്പം പ്രോഗ്രാമിങ്ങും അറിയാം. ജസ്റ്റ് കോപ്പി പേസ്റ്റ്, LED ബ്ലിങ്ക് ഇങ്ങനെയൊക്കെ എഴുതാനും അങ്ങനെ രണ്ടും അത്യാവശ്യം അറിയുന്നതുകൊണ്ട് ഈ സ്റ്റേജിലെത്തിയവർക്ക് ഇനി ബാക്കി അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്തത് ക്ലാസ് B വിഭാഗം. ഇവർക്ക് ഇലക്ട്രോണിക്സ് ഒട്ടും അറിയില്ല, പക്ഷെ അല്പം പ്രോഗ്രാമിംഗ് അറിയാം. കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും.
നേരത്തെ പറഞ്ഞതുപോലെ സി അറിയാം, ജാവ അറിയാം, എല്ലാം മോണിറ്റർ ബേസ്ഡ് ആയിരിക്കും. ഇവർ ചെയ്യുന്നതൊക്കെ കമ്പ്യൂട്ടറും കീബോർഡും ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രോഗ്രാമിംഗ് വർക്ക് അറിയാം. ഇത്തരക്കാരാണ് ക്ലാസ് ബിയിൽ പെടുന്നത്. അടുത്തത് ക്ലാസ് സി. ഇവർക്ക് ഇലക്ട്രോണിക്സ് നന്നായിട്ട് അറിയാം, സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ പ്രോഗ്രാമിങ്ങോ കമ്പ്യൂട്ടറിനെ കുറിച്ചോ വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഇത്തരക്കാരാണ് ക്ലാസ് സിയിൽ പെടുന്നത്. അടുത്തത് ക്ലാസ് ഡി. ഇവരെ സംബന്ധിച്ച് അവർക്ക് ഇലക്ട്രോണിക്സ് അറിയില്ല, പ്രോഗ്രാമിങ്ങും അറിയില്ല, ബിഗിനേഴ്സാണ്. ഇവർക്ക് രണ്ടും പഠിക്കേണ്ടി വരും. അപ്പം ബി, സി, ഡി ഈ വിഭാഗക്കാർ ഈ പറഞ്ഞ 4 കാര്യങ്ങളും കുറേശ്ശെ പഠിക്കണം. അതുകൊണ്ട് പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പ് അവരിതിനെക്കുറിച്ച് പഠിച്ച് ക്ലാസ് എ ലെവലിൽ എത്തിയതിന് ശേഷം വേണം ഫുള്ളായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാൻ. ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. പേര്, വയസ്സ്, മെയിൽ ഓർ ഫീമെയിൽ, പിന്നെ അഡ്രസ്സ്, വിലാസം, ഏത് ജില്ലയാണ്, എന്താ അറിയാൻ വേണ്ടി അഡ്രസ്സ്. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം നിങ്ങൾ ഏത് ക്ലാസ്സിൽ പെടുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാൻ കഴിയും. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എങ്കിൽ അത് നിങ്ങൾ ഏത് ക്ലാസ്സിൽ പെടുന്നു, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ. ഇത്രയും നമ്പറാണ് വാട്സാപ്പ് അയക്കേണ്ടത്. ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായും തിരിച്ച് വിളിക്കുകയോ അതല്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അറിയിക്കുകയോ ചെയ്യുന്നതായിരിക്കും.